ഒന്നാം നൂറ്റാണ്ടിലെ ജൂതചരിത്രകാരനായ ഫ്ലേവിയസ് ജോസീഫ്സ് തന്റെ രചനകളിൽ യേശുവിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. യേശുവിനെയും ആദ്യകാല ക്രിസ്തുമതത്തെയും പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്രൈസ്തവ സ്രോതസ്സുകളിൽ ഒരാളാണ് അദ്ദേഹം. ജോസീഫ്സ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. അതിനാൽ യേശുവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ബൈബിളിന് പുറത്ത് വിലപ്പെട്ടതാണ്. പുതിയ നിയമത്തിലെ പ്രധാന വ്യക്തികളായ യേശു, യാക്കോബ്, അദ്ദേഹത്തിന്റെ സഹോദരൻ, യോഹന്നാൻ സ്നാപകൻ, പൊന്തിയോസ് പീലാത്തോസ് എന്നിവരുടെ ചരിത്രപരമായ സ്ഥിരീകരണം അദ്ദേഹം നൽകുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദയുടെ യഥാർത്ഥ ചരിത്രപരവും രാഷ്ട്രീയവുമായ പശ്ചാത്തലത്തിൽ യേശുവിനെ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ രചനകൾ സഹായിക്കുന്നു. ജോസീഫ്സിന്റെ യേശുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എ.ഡി. 93-94 കാലഘട്ടത്തിൽ ജോസീഫസ് ജൂതന്മാരുടെ പുരാവസ്തുക്കൾ എന്ന പേരിൽ ഒരു ബൃഹത്തായ ചരിത്രകൃതി എഴുതി. യേശുവിനെ പരാമർശിക്കുന്ന രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന്, ടെസ്റ്റിമോണിയം ഫ്ലാവിയനം, പുസ്തകം 18, അധ്യായം 3, ഖണ്ഡിക 3. ഇതാണ് ഏറ്റവും പ്രശസ്തമായ ഭാഗം. പിൽക്കാല കൈയെഴുത്തു പ്രതികളിൽ കാണപ്പെടുന്ന യഥാർത്ഥ പതിപ്പ് ഇങ്ങനെ പറയുന്നു: ഈ കാലഘട്ടത്തിൽ യേശു ജീവിച്ചിരുന്നു, ഒരു ജ്ഞാനി. അവനെ മനുഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ. കാരണം അവൻ അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്തവനും സത്യം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളുകളുടെ ഉപദേഷ്ടാവുമായിരുന്നു. അവൻ നിരവധി യഹൂദന്മാരെയും പല ഗ്രീക്കുകാരെയും കീഴടക്കി. അവൻ ക്രിസ്തുവായിരുന്നു. നമ്മുടെ ഇടയിൽ ഉന്നതസ്ഥാനത്തുള്ള ആളുകൾ അവനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പോൾ പീലാത്തോസ് അവനെ ക്രൂശിക്കാൻ വിധിച്ചു. ആദ്യം അവനെ സ്നേഹിച്ചവർ അവനോടുള്ള സ്നേഹം ഉപേക്ഷിച്ചില്ല. മൂന്നാം ദിവസം അവൻ അവർക്ക് വീണ്ടും ജീവൻ പ്രാപിച്ചു. അവന്റെ പേരിൽ വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ഗോത്രം ഇന്നും അപ്രത്യക്ഷമായിട്ടില്ല. ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദിയുടെ യഥാർത്ഥ ചരിത്രപരവും രാഷ്ട്രീയവുമായ പശ്ചാത്തലത്തിൽ യേശുവിനെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന്റെ രചനകൾ സഹായിക്കുന്നു.